ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബോട്ടിലിന് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാർണിഷ് ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടിഷ്യൂ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തട്ടിൻ്റെ ഷേപ്പിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ അതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാ പേപ്പർ ആണെങ്കിലും റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുത്താൽ മതി. ഇനി അതെല്ലാം നിങ്ങളുടെ ഈ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം അടുത്ത തണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്രോസ് ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് എക്സസ് എമൗണ്ട് ഗം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടിഷ്യൂ റോൾ ചെയ്ത ഒരു പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ടിഷ്യൂ റോൾ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു ചെറിയ പീസ് ടിഷ്യൂ ഒന്ന് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നടുഭാഗത്ത് പൂവിൻ്റെ പൂമ്പൊടിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലത്തെ ഒരു പീസോടെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെമ്മിലൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ്. ഇത് ഞാൻ വേറൊരു വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് വന്നതാണ്. ഇത് നമുക്ക് ബോട്ടിലേക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പൂമ്പൊടിയുടെ ചുറ്റുമായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പും നീളവും ഒക്കെയുള്ള പെറ്റൽസ് സെയിമായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ ഒരു ഫിനിഷിങ് ലുക്കായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് നമ്മുടെ സൈസ് വരുന്നത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളറടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇലകൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട് നമുക്ക് ഇലകൾ അത് നമ്മുടെ ചാർട്ട് പേപ്പറിൽ വെട്ടിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാമെന്ന്. പക്ഷെ അതൊരു ഭംഗി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് തന്നെ ലീഫുകളോടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈന്തപ്പഴം അത്യാവശ്യം നീളം ഉള്ള സീഡ്സുകൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവറും ലീഫുകളും എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫുള്ള് നമുക്ക് കളറടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പൂമ്പൊടിക്ക് ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മുടെ ഫെവിക്കോള് അപ്ലൈ ചെയ്തതൊന്നും നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ നന്നായി ഡ്രൈ ആയതിന് ശേഷം കളറടിച്ച് കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ലീഫിൻ്റെയൊക്കെ ഷേപ്പിൽ നമ്മുടെ സീഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പെയിൻ്റ് അടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിന് ഞാനിവിടെ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസിലും നല്ല ഡാർക്കായിട്ട് തന്നെ ഓറഞ്ച് കളർ കൊടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു വർക്കിന് വേണ്ടി ചെയ്ത് വെച്ചതായതുകൊണ്ട് അതിന് ഒരു ബ്ലാക്ക് കളറായതുകൊണ്ടും നന്നായിട്ട് ഒരു 2-3 കോട്ട് കളർ അടിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ നാച്ചുറൽ ഓറഞ്ച് കളർ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഓറഞ്ച് കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ മുകൾ ഭാഗത്ത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. ഇല്ലെങ്കിൽ മുകൾ ഭാഗത്തൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു വൃത്തികേട് പോലെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് കളർ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ലീഫുകൾക്കും അതുപോലെ തന്നെ തണ്ടിനും കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് കളറുള്ള ബോട്ടിലായതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും എടുക്കുന്നത് നല്ലത്. ഒരുപാട് ഡാർക്ക് ഗ്രീൻ എടുത്താൽ നമ്മുടെ ബോട്ടിലിനൊരു ഭംഗി കാണില്ല. ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാണ് വരയ്ക്കുന്നതെങ്കിൽ, അതായത് ബ്ലാക്ക് കളറല്ല ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇലകൾക്കെല്ലാം കളറടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തണ്ടുകൾക്കും കളറടിക്കാം. അപ്പോൾ നമ്മൾ ലീഫുകൾക്ക് കളറടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടുകൾക്ക് കൂടെ കളറടിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, എന്നാലും നമുക്കിത് ഫുള്ള് ഫിനിഷ് ആയിട്ടൊന്ന് കളറടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഇതാ കളറടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാനായിട്ട് ഒരു ലുക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൂമ്പൊടിയുടെ നടുഭാഗത്തേക്കായിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൂമ്പൊടിക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മൾ സാധാ പേപ്പറാണെങ്കിലും റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വാർണിഷ് കൂടെ അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.